എൻ്റെ സുഹൃത്ത് നന്ദകുമാർ പറഞ്ഞു ഇവിടെ ഒരു മാള് പണിയണം തൃശ്ശൂർ. എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കറിയാം ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. മാള് പണിയാൻ വേണ്ടി സ്ഥലമൊക്കെ ശരിയാക്കി അത് പണിയാൻ ആരംഭം കുറിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്കതിൽ പോയിട്ട് കേസ് കൊടുത്തത്. ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ആ കേസ്. ഈ സ്ഥലം ഒരു പാർട്ടി, ആ പാർട്ടി എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞാൽ മതി. ആ പാർട്ടിയിൽപ്പെട്ട ആൾ എന്താണ് ആ കേസ് ഹൈക്കോടതിയിൽ ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. 2.5 കൊല്ലമായി ആ കേസ് നടക്കുകയാണ്. അല്ലെങ്കിൽ എന്നോ ഇവിടെ മാള് വന്നിരുന്നു. To be here today to inaugurate the new premises of Thrissur Management Association. I thank the office bearers of this association, including my friend Venugopal, for inviting me to this function. This is a moment of great happiness and significance for all of us. On this very special day, I congratulate the office bearers of this association for their sincere efforts to make this dream come true. For Thrissur Management Association, the new premises is not just a building, but a physical representation of your commitment to professional growth and community development. You have always tried to bring up a culture of professional excellence. Especially, I would like to appreciate your deep commitment to shaping the next generation of leaders. My friends, this new building is your dedicated space, a hub for knowledge, collaboration, and platform for innovation. This is your collective investment for the future generation. Friends, Thrissur Management Association has always had a special place in my heart. As you all know, I was born and brought up in a village, Natiga in Thrissur district, which is only a few kilometers from here. Whenever I go to universities and business schools, students will ask, from where you are coming? I said, I am a remote village, Natiga, Thrissur district, Kerala state, India. So, Thrissur is my district too. I remember with gratitude the reception given to me by this association when I received Padma Shri and Pravasi Bharatiya Divas awards from Government of India. I always thankful for your love and affection. As we all know, our country under the leadership of Honorable Prime Minister Narendra Modi ji is marching to soon become a $5 trillion economy and the 3rd largest economy in the world. I'm not in politics, please. Whatever the difficult situation we face, we should always be positive in life. Now I will speak some words in Malayalam, my mother tongue. Otherwise, I'm not doing justice to my mother tongue. Sahodari, Sahodaranmare. Anybody here who doesn't know Malayalam? ആരെങ്കിലും മലയാളം അറിയാത്തവരുണ്ടാ? ഇല്ല. പിന്നെ നിങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചപ്പോഴും ഞാൻ കേട്ടിരുന്നു, ഇനി ഞാനൊന്നും മലയാളത്തിൽ പറയട്ടെ. ഞാൻ ലോകത്തിൻ്റെ എവിടെ ചെന്നാലും ഞാൻ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ എന്നെ പ്രസംഗിക്കാൻ വിളിക്കാറുണ്ട്. അവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ പറയാറുള്ളത് ഐ ബോൺ ബ്രോട്ടപ്പ് ഇൻ നാട്ടിക, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. അപ്പോൾ തൃശ്ശൂരുമായി എനിക്ക് വളരെ ബന്ധമാണ്. ഒരുപാട് ബിസിനസ്സുകാർക്ക് അവരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമാണ് തൃശ്ശൂർ. നിങ്ങൾക്കറിയാം, ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ ബിസിനസ്സുകാരും തൃശ്ശൂരിൽ നിന്നാണ്. അതാർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. എൻ്റെ സുഹൃത്ത് നന്ദകുമാറുണ്ട്, ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ജനിച്ച് വളർന്നു പോയവരാണ്. എൻ്റെ ഇപ്പം എന്നോട്
എൻ്റെ സുഹൃത്ത് നന്ദകുമാർ പറഞ്ഞു ഇവിടെ ഒരു മാള് പണിയണം തൃശ്ശൂരിൽ. എൻ്റെ ആഗ്രഹം അത് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കറിയാം, ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ മാള് പണിയാൻ വേണ്ടി സ്ഥലമൊക്കെ ശരിയാക്കി അത് പണിയാൻ ആരംഭം കുറിക്കാൻ നിൽക്കുമ്പോഴാണ് എനിക്കെതിരിൽ പോയിട്ട് കേസ് കൊടുത്തത്. ഇപ്പോൾ ഹൈക്കോടതിയിലാണ് ആ കേസ്. ഈ സ്ഥലം ഒരു പാർട്ടി, ആ പാർട്ടി എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞാൽ മതി. ആ പാർട്ടിയിൽപ്പെട്ട ആൾ എന്താണ്, ആ കേസ് ഹൈക്കോടതിയിൽ ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. 2.5 കൊല്ലമായി ആ കേസ് നടക്കുകയാണ്. ഇല്ലെങ്കിൽ എന്നോ ഇവിടെ മാള് വന്നിരുന്നു. അപ്പോൾ ഈ രാജ്യത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അത് തരണം ചെയ്ത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഒരു മാൾ ഇവിടെ ആരംഭിക്കുന്നതാണ്. ഇപ്പം അത് കോടതിയിൽ ഉള്ള കാരണം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ വിസ്തരിച്ച് പറയുന്നില്ല. ഞാൻ ഒരുപാട് ബിസിനസ്സുകാരുമായി സംസാരിക്കുമ്പോൾ അവരുടെ അസോസിയേഷൻസ് എന്നെ വിളിക്കുമ്പോൾ ഞാൻ അവരോട് 2 കാര്യമാണ് പറയാറ്. അബ്ബാസിയ ഭരണകാലത്ത് ഒരു വലിയ ചക്രവർത്തി ഉണ്ടായിരുന്നു, പേര് ഹാറൂൺ റഷീദ് എന്ന്. ഇപ്പം അതിന് എന്തെങ്കിലുമൊക്കെ പറയുന്നത് വളരെ സൂക്ഷിച്ച് പറയണം, ഇല്ലെങ്കിൽ അപ്പം ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിക്കും. എന്നിട്ട് പറയും യൂസഫലി പറഞ്ഞ മുഴുവൻ തെറ്റാണ്. അത് കാരണം ഞാൻ വളരെ പ്രിപ്പയർ ചെയ്തിട്ടേ കാര്യങ്ങൾ പറയാറുള്ളൂ എവിടെ ചെന്നാൽ. അങ്ങനെ അപ്പോൾ ഹാറൂൺ റഷീദ് ചക്രവർത്തിയുടെ അരികത്ത്, സമയമുണ്ടല്ലോ 5 മിനിറ്റ്, അരികത്ത് പണ്ഡിതന്മാർ വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ അരികത്ത് പണ്ഡിതന്മാർ വരുമ്പോൾ അത് ഹൈന്ദവ സന്യാസിമാരും ഋഷീശ്വരന്മാരും മുനിശ്രേഷ്ഠന്മാരായാലും ശരി, ബിഷപ്പുമാരും ഫാദർമാരുമായാലും ശരി, മുസ്ലിം പണ്ഡിതന്മാരായാലും ശരി, അവരൊക്കെ പാണ്ഡിത്യമുള്ളവരാണ്. അവരെ ബഹുമാനിക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. അപ്പോൾ ഈ രാജാവും ഈ പണ്ഡിതൻ വന്നപ്പോൾ ചക്രവർത്തി ഹാറൂൺ റഷീദ് സ്വീകരിച്ച് ഇരുത്തി. എന്നിട്ട് പണ്ഡിതനോട് ചോദിച്ച്, എന്താണ് ഇപ്രാവശ്യം എനിക്ക് പറഞ്ഞു തരാനുള്ളത് എന്ന് പറഞ്ഞു. കാരണം പണ്ഡിതന്മാരിൽ നിന്ന് അവർ നമ്മളെക്കാളും അറിവും ജ്ഞാനവും പാണ്ഡിത്യവും ഉള്ളവരാണ്. ഏത് മതത്തിലായാലും ശരി, അവർ പണ്ഡിതന്മാരാണ്. അവരെ ബഹുമാനിക്കേണ്ടവരാണ്. അവരുടെ അറിവിനെ നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയട്ടെ. പറയും. നിങ്ങൾ ഒരു മരുഭൂമിയിൽ പെട്ടുപോയി, അവിടെ വെള്ളം കിട്ടുന്നില്ല. വെള്ളത്തിൽ നിങ്ങൾ ദാഹിച്ച് വലഞ്ഞ് വിഷമിച്ച് തൊണ്ട വരണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിലൊരു കുപ്പി വെള്ളം, ഒരു ഗ്ലാസ് വെള്ളമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും എന്ന് ചോദിച്ചു. മഹാനായ അബ്ബാസിയ ഡൈനാസ്റ്റി ആ രാജാവ് പറഞ്ഞു, എൻ്റെ സ്വത്തിൽ നേർപകുതി നിങ്ങൾക്ക് തരും. അങ്ങനെ വെള്ളം കൊടുത്തു കുടിച്ചു എന്ന് വെക്കുക. ആ വെള്ളം കുടിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് മൂത്രമൊഴിക്കണം. അത് നാച്ചുറൽ പ്രോസസ്സാണ്. നിങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കലശലായ വയറുവേദന, നാടൻ ഭാഷയിൽ തന്നെ പറയും. അതിൻ്റെ മരുന്ന് എൻ്റെ കയ്യിലുണ്ട്. ആ മരുന്ന് ഞാൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് എന്ത് തരും, നിങ്ങൾ എനിക്ക് എന്ത് തരും എന്ന് ചോദിച്ചു. അപ്പോൾ ആ പണ്ഡിതനോട് ആ രാജാവ് ചക്രവർത്തി പറഞ്ഞു, എൻ്റെ ബാക്കിയുള്ള പകുതി സ്വത്തും നിങ്ങൾക്ക് തരും. അപ്പോൾ ഒരു ഗ്ലാസ്, ആ പണ്ഡിതൻ പറഞ്ഞു, എനിക്കിന്ന് നിങ്ങളെ പഠിപ്പിക്കാനുള്ളത് ചക്രവർത്തി, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് നിങ്ങളുടെ സ്വത്ത് മുഴുവൻ പോയി. കാശ് കുറേ ഉണ്ടാക്കുന്നു എന്നതിൽ അല്ല, അതെങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ളതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ബിസിനസ് സമൂഹവും ശ്രദ്ധിക്കേണ്ടത്. കുറേ കാശ് കുന്നുകൂട്ടുക എന്നതല്ല, അത് ജീവിതമാർഗമാണ്. നിങ്ങൾ രാവും പകലും അധ്വാനിക്കണം. പക്ഷെ അത് ചെലവഴിക്കുന്നത്
ഒരു ശതമാനം പാവപ്പെട്ടവർക്കും അശരർക്കും നിരാലംബർക്കും കഷ്ടപ്പെടുന്നവർക്കും നിങ്ങൾ മാറ്റിവെക്കണം. തൃശ്ശൂർ മാനേജ്മെൻറ്റ് അസോസിയേഷനോട് എനിക്ക് പറയാനുള്ളത് ഈ വളർന്നു വരുന്ന തലമുറയോടും അതാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. നിങ്ങളുടെ മോറൽ, നിങ്ങളുടെ മൂല്യങ്ങൾ ഒരിക്കലും കൈവിടരുത്. മാതാപിതാ ഗുരു ദൈവേ, മാതാക്കളെയും പിതാക്കളെയും ദൈവത്തെപ്പോലെ കാണുകയും അവരോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവും അതോടൊപ്പം അവരോടുള്ള ശുശ്രൂഷയും എൻ്റെ മക്കളെ നിങ്ങൾ ഒരിക്കലും കൈവടിയരുത് എന്നാണ് ഞാൻ യൂണിവേഴ്സിറ്റികളിലും ബിസിനസ് സ്കൂളുകളിലും പോയി പറയാറ്. അടുത്ത ദിവസം ഞാൻ ലീഡ്സിൻ്റെ വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ പോയി. എൻ്റെ കൂടെ എൻ്റെ PA ഉണ്ടായിരുന്നു കൂടി. അവർക്കിതൊരു പുതിയ അനുഭവമാണ്. അവിടുത്തെ ഇംഗ്ലീഷ് 70% ബ്രിട്ടീഷുകാരാണ്. അവിടെയാണ് അവരെന്നെ വിളിച്ചത്. അവർക്കിതൊരു പുതിയ അനുഭവമാണ്. കാരണം ഞാൻ ആംസ്റ്റർഡാമിൽ പോയപ്പോൾ അവിടെ ഏറ്റവും വലിയൊരു ഫുഡ് കമ്പനിയുടെ ഓണറെ പോയി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഹൂ സ്റ്റാർട്ടഡ് ദിസ്? മൈ പാരൻസ്. വേർ ഈസ് യുവർ പാരൻസ് നൗ? മൈ മദർ നോ മോർ, ബട്ട് മൈ ഫാദർ ഈസ് ഇൻ ഓൾഡ് പീപ്പിൾ ഹോം. ആ സംസ്കാരമാണ് അവരുന്നത്. ഞാൻ ഗാന്ധി ഭവനിൽ ചെന്നപ്പോൾ അവശരും അക്ഷരരും നിരാലംബരുമായ ഒരുപാട് മാതാപിതാക്കൾ അവിടെ കാണുകയുണ്ട്. അവരുടെ കരച്ചിൽ ഞാൻ കാണുകയുണ്ടായി. മക്കളൊക്കെ പല സ്ഥലത്തും വലിയ സ്വത്തുക്കാരും മുതലുകാരും അതൊക്കെ. പക്ഷേ അവരുടെ മാതാപിതാക്കളെ നോക്കിയില്ല എങ്കിൽ അവർക്ക് എത്ര സ്വത്തുണ്ടായിട്ടൊരു കാര്യമില്ല. അതൊക്കെ നൈമിഷികമാണ്. ഈ പാഠമാണ് നമ്മുടെ അടുത്ത തലമുറ പഠിക്കേണ്ടത്. മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ വിമുഖത കാണിക്കുന്ന ഒരു തലമുറയാണ് ഓൾഡ് പീപ്പിൾ ഹോം. കേരളവും അങ്ങനെ ഓൾഡ് പീപ്പിൾ ഹോം ആവാൻ പോവാണ് ഈ നിലയ്ക്ക് പോയാൽ. കാരണം കുട്ടികളൊക്കെ ഓരോ സ്ഥലത്ത് പോയി സെറ്റിൽ ചെയ്യാണ്. എനിക്ക് ഒരു ദിവസം ഒരുപാട് കാർട്ടൂൺ കണക്കിന് കത്ത് വരും. അപ്പം ഞാൻ അതിനു വേണ്ടി ഒരു PA നിയമിച്ചു. നമ്മൾ ഈ കത്ത് വായിച്ചു നോക്കിയിട്ട് ഡിസേർവിങ് ആണെങ്കിൽ എനിക്ക് കാണിച്ചു തരണം. അപ്പോൾ ആ കത്തെന്താണെന്ന് വെച്ചാൽ, ഞാൻ മകനെ വളർത്തി ബുദ്ധിമുട്ടി, മകനെ ഇപ്പം അങ്ങോട്ട് പറഞ്ഞയച്ചു, നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു, നല്ല ശമ്പളം കിട്ടുന്നുണ്ട്. അവൻ വിവാഹം ചെയ്യുന്നതിന് ശേഷം ഞങ്ങളെ നോക്കുന്നില്ല, ഞങ്ങളെ മരുന്നിന് കാശയക്കണില്ല. അപ്പം എനിക്ക് സാധിക്കുന്ന രീതിയിൽ അവരെ വിളിച്ച് ഗുണദോഷിക്കാറുണ്ട്. എന്നിട്ടും അവർ കാശ് അയച്ചില്ലെങ്കിൽ ഞാൻ പറയും എൻ്റെ ഫണ്ടിൽ നിന്ന് ഞാൻ അവർക്ക് അയക്കാറുണ്ട്. ഇത് വളരെ സീക്രട്ടായിട്ട്. അവർ നാട്ടിൽ പോകുമ്പോഴാണ് അറിയുന്ന കാശ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യമില്ലാതിരിക്കണം. ഈ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ക്ലാസ് എടുക്കുമ്പോഴും വളർന്നു വരുന്ന തലമുറയോടും ഇപ്പോഴുള്ള തലമുറയോടും പറയേണ്ടത്, ഈ മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ അധ്വാനിക്കുകയും നിങ്ങൾ വരവിൽ കവിഞ്ഞ ചെലവ് ചെയ്യാതിരിക്കുകയും നിങ്ങൾ പങ്ക്ച്വലായിരിക്കുകയും പഠിച്ച് ഇപ്പോൾ എനിക്കും എൻ്റെ സഹോദരനുമായ നന്ദകുമാർ അവർ ഞങ്ങൾ പഠിച്ച പഠിപ്പല്ലല്ലോ ഇപ്പോൾ ഒരു രീതിയിൽ ലോകം മുഴുവൻ എന്താണെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ എപ്പോഴും തന്നെയുള്ള ആൾക്കാർക്ക് തന്നെയാണ്. ഒരു കുട്ടിക്ക് മുമ്പ് താരാട്ടുപാടാണ്. എൻ്റെ ഉമ്മ എന്നെ ഡിക്രിയിലിട്ടാണ് ഭക്ഷണം തരിക. രാമനാമം ചൊല്ലിയിട്ടാണ് അമ്മമാർ കുട്ടികളെ ഉറക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുക. ഇപ്പം അതൊന്നുമില്ല. ഇപ്പോഴേ തന്നെ ഒന്നുമില്ലെങ്കിൽ ഐപാഡ്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ അത് കാലത്തിൻ്റെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതിലൂടെ മൂല്യങ്ങളിൽ പഠിപ്പിച്ചു കൊടുക്കണം. മുമ്പ് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നാണ് വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത്. ഇന്ന് എത്ര ആൾക്കാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്? കാരണം ഒക്കെ ബിസിയാണ്. ഒന്നില്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ബിസി, ഇല്ലെങ്കിൽ ഐപാഡിൽ ബിസി, ഇല്ലെങ്കിൽ ടെലിഫോണിൽ ബിസി, ഇല്ലെങ്കിൽ റീൽസിൽ ബിസി, വാട്സപ്പിൽ ബിസി, ഇതിൽ ഫേസ്ബുക്കിൽ ബിസി. എല്ലാവരും ബിസിയാണ്. ആ ലോകത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
ആ മൂല്യങ്ങൾ കൂടി നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം പ്രൊഫഷണലിസത്തിൻ്റെ ഒപ്പം എന്നാണ് ഞാൻ മലയാളത്തിൽ പറയാൻ ഉദ്ദേശിച്ചത്. അത് മലയാളത്തിൽ പറഞ്ഞാലേ ശരിക്കും മനസ്സിലാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. ഐ എം വെരി ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ ആൻഡ് ഐ എം ഹോണേഡ് ടു ബി ഹിയർ വിത്ത് യു, my friends, and I wish all success for this management association, and I promise any help from my support from my part, I am ready at any time. Thank you very much. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.